ഇവന്റിലാണെങ്കിൽ ഇറങ്ങിയിട്ട് വന്നിട്ട് ലാസ്റ്റ് സോണിൽ റാങ്കിൾ ഫൈറ്റ് എടുക്കാൻ വന്നു കേട്ടോ. നമ്മുടെ ടീം മേറ്റിനെ ഒരുത്തനാണ് ക്യാമ്പ് ചെയ്ത് അടിച്ചേട്ടാ. അപ്പോൾ ഗൈസ് അപ്പോൾ അവനെ എങ്ങനെ അടിക്കുന്നത് നമുക്ക് കാണാം. ഗൈസ് അവനെ അടിച്ചത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്കൊരു ലൈക്ക് തരണേ ഗൈസ്. പെട്ടെന്നൊന്നും ലൈക്ക് തരണ്ട, നമ്മുടെ വീഡിയോ ഫുള്ള് ക്ലച്ച് കണ്ടിട്ട് മതി കേട്ടോ. നിങ്ങൾക്ക് ലൈക്ക് അടിക്കാൻ തോന്നുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ മച്ചന്മാരെ, എന്തുകൊണ്ട് നിങ്ങൾ ലൈക്ക് അടിച്ചത് ഗൈസ്. ഇവിടെയാണ് നമ്മുടെ കയ്യിൽ 2 ഗണ്ണുണ്ട്. എൻ്റെ മാസ്റ്റർ വെപ്പണായ ക്രോസ് ബോയും ഗൈസ്, പിന്നെ M4 ഗൈസ്. ഇവിടെ നമുക്ക് ഒരു സ്കോഡ് പുഷ് ചെയ്തു. ഓൾറെഡി നോക്കി ഞാൻ വെച്ച് ടീമേറ്റ് ഡൗൺ ആണ് കേട്ടോ. ഒരുത്തൻ ഓഫ്ലൈനുമാണ് ഉണ്ട് ഗൈസ്. 1 HP അവനെ ക്രോസ് ബോയ് അടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോഴത്തേക്കൊണ്ട് ടീമേറ്റ് എന്താ പറയുന്നത് നോക്കട്ടാ ഗൈസ്. നമുക്കിപ്പം ഹാഷ് എൻകൗണ്ടർ, അതായത് കൊല്ലം ജില്ലയിലെ ഹാഷ് എൻകൗണ്ടർ #1 കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഈഗോ ആയിട്ട് പറയുന്നതല്ല മച്ചാന്മാരെ ഗൈസ്, ഇതൊക്കെ ഗെയിം ചെയ്ത് പ്രാക്ടീസ് ചെയ്തെടുത്താണ് കേട്ടോ. അതായത് ഗൈസ് നമുക്ക് ഇന്ത്യൻ സെർവറിൽ കയറാൻ പറ്റിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഗൈസ് അതിൽ എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല കയറുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ജില്ല ബേസ്ഡ് എനിക്ക് മിക്ക ടൈറ്റിലും ഉണ്ട്. പിന്നെ ഗൈസ് ഇന്ത്യൻ ടൈറ്റിൽ ഒരെണ്ണമുണ്ട് കേട്ടോ, അതായത് നമ്മുടെ ഗ്രോസ #49 ടൈറ്റിൽ. പിന്നെ ഗൈസ് ഇത് ഈ ക്ലച്ച് നോക്കുവാണ് ഗൈസ്. ഈവൻറ്റിലാണെങ്കിൽ ഇതുപോലെ കാർഡ് എടുക്കാൻ വരുമ്പോഴത്തേക്ക് കുനിഞ്ഞിരിക്കുന്നത് പതിവല്ലേ. ഇവന്മാരാണ് മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗൈസ് എങ്ങനെയും കുനിഞ്ഞിരുന്ന് കാർഡ് എടുക്കുക. അപ്പോൾ അതേമാതിരി ഓപ്പോസിറ്റുള്ള എനിമി കളിക്കത്തുള്ളൂ. പ്രത്യേകിച്ച് ഇതുപോലുള്ള 21, അതായത് ഡൊമിനേറ്റർ 21 ലോബിയൊക്കെ ഉണ്ടല്ലോ, അതായത് 21 ടൈറ്റ് ഇതൊക്കെ വരുന്നത്, അതായത് സ്റ്റാർ വരുന്നത് ഗൈസ്. ആ ലോബിയൊക്കെ ഡിഫെൻഡ് ചെയ്യാൻ ഭയങ്കര പാടാണല്ലേ. വേറെന്ന് വെച്ചാൽ ഗൈസ് ഇവന്മാർ ക്യാമ്പാണ് ഇവന്മാരുടെ മെയിൻ ഐറ്റം. പിന്നെ ഇതുപോലെ റീകോയിൽ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇവന്മാരെയൊക്കെ അടിക്കാൻ സുഖമായിരിക്കും കേട്ടോ. ക്ലോസ് റേഞ്ചിലും മിഡ് റേഞ്ചിലും ലോങ് റേഞ്ചിലും ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്ന സെൻസിറ്റിവിറ്റി നമ്മുടെ ഗണ്ണുകൾ അനുസരിച്ചുള്ള ഡിഫറൻറ്റ് പവർ ആയതുകൊണ്ട് തന്നെ ഗൈസ് നമ്മൾ സെറ്റ് ചെയ്യേണ്ട സെൻസിറ്റിവിറ്റി വ്യത്യസ്തമാണ്. അതായത് റീകോയിൽ കൂടിയ ഗണ്ണുകൾക്ക് എങ്ങനെ കുറച്ച് റീകോയിൽ ചെയ്യാമെന്ന് ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് നേരത്തെ. അപ്പോൾ വേണ്ടവർ നമ്മുടെ ചാനലിൽ കയറി സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് SEന്നോ വേണമെന്നോ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഗൈസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ഫയൽ വെച്ചിട്ടുണ്ട്. അതിലാണ് നമ്മൾ 11K ആവാറായി. അപ്പോൾ സപ്പോർട്ട് ചെയ്യേണ്ട മച്ചന്മാരെല്ലാം കയറി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് തരും. നമ്മൾ ഇതിൽ 4K ആവാറായി ഗൈസ്. സ്ട്രീമിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം, പക്ഷേ നിങ്ങളുടെ സപ്പോർട്ട് വേണം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളെപ്പോലുള്ള ചെറിയ യൂട്യൂബേഴ്സിന് ഗൈസ് നിങ്ങളുടെ കൈകൊണ്ട് ഒന്ന് ഉയർത്തി കിട്ടാൻ പറ്റുമെങ്കിൽ ഗൈസ് ഒരു സപ്പോർട്ട്, ഒരു സബ്സ്ക്രൈബ്. ശരി, എന്നാൽ അടുത്ത വീഡിയോ കാണാം. അതിന് മുമ്പായിട്ട് ഗൈസ് നമ്മുടെ കണ്ടോ കേട്ടോ. ഓൾറെഡി പുഷ് ഇട്ട് ഇതുപോലെ ലോങ് റേഞ്ചിലും മിഡ് റേഞ്ചിലും ഹൈ റേഞ്ചിലും ഒക്കെ നമുക്ക് ഗണ്ണെടുത്ത് ഫൈറ്റ് ചെയ്യണം. ഇതുപോലെ 4Xൽ സ്പ്രേ ചെയ്യാൻ ആഗ്രഹമുള്ള പ്ലേയേഴ്സൊക്കെ ഉണ്ട് ഗൈസ്. ഒന്ന് കമൻറ്റ് ചെയ്തൊക്കെ എങ്ങനെയാണ് സെൻസിറ്റിവിറ്റി സെറ്റ് ചെയ്യുന്ന ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് വീഡിയോ. അപ്പോൾ വേണ്ടവരൊക്കെ നമ്മളെ ഫോളോ ചെയ്തപ്പോട്ടെ. ഇവിടെ നമ്മുടെ ടീമേറ്റ് 2 പേര് നോക്കാണ് കേട്ടോ. ലാസ്റ്റ് ക്ലിപ്പാണ്. അപ്പോൾ എങ്ങനെ റിഫ്ലക്സ് എടുക്കുന്നതുണ്ടോ. ക്ലിപ്പ് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. 2 ബാക്കിൽ ഒരേപോലെ കവർ ചെയ്യാണ് കേട്ടോ. ഓൾറെഡി നമ്മൾ കാർഡൊക്കെ എടുത്തു കഴിഞ്ഞു. കാർഡൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫൈറ്റ്. ഇപ്പം നോക്കുവാണെങ്കിൽ നേരത്തെ അടിച്ച ടീം വീണ്ടും റീകോളായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് 2 പേരെ അടിച്ച് വീണ്ടും നോക്കി ലാസ്റ്റ് മാനെ എങ്ങനെ റിഫ്ലക്സ് എടുക്കുന്നുണ്ടോ. ശരി, എന്നാൽ അടുത്ത വീഡിയോ കാണാം. ബൈ.